അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ കുല്ലി നിഅമതി ബിഫളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പുണ്യമായ റമദാൻ മാസത്തിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ്, ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പലവിധമായ നസീഹത്തുകൾ, ക്ലാസ്സുകളൊക്കെ പലരും കേൾക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ചില ഉപദേശങ്ങൾ മാത്രം ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് മുമ്പിലേക്ക് പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ഹുറൈറ കുൻ വരിഅൻ തകുൻ അഅബദൻ നാസി വകുൻ ഖനിഅൻ തകുൻ അഷ്കറൻ നാസി വഅഹിബ്ബൻ നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുഅ്മിന വഅഹ്സിൻ ജിവാറ മൻ ജാവറക തകുൻ മുസ്ലിമ വഅഖില്ലൽ ലഹിക ഫഇന്ന കസറത്തൽ ലഹികി തുമീതുൽ ഖൽബ്. ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഉപദേശങ്ങളാണ്. ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കുൻ വരിഅൻ തകുൻ അഅബദൻ നാസ്, നീ സൂക്ഷ്മതയുള്ളവനാവുക. നമ്മളെല്ലാം സൂക്ഷ്മത കുറഞ്ഞവരാണ്. ഏത് വിഷയത്തിലാണ് നമുക്ക് സൂക്ഷ്മതയില്ലാത്തത്? ഹറാം പ്രവർത്തിക്കുന്ന വിഷയത്തിൽ. നമ്മളെല്ലാം ഹറാമുകൾ ചെയ്യാറുണ്ട്, തെറ്റുകൾ നിസാരവൽക്കരിച്ച് കാണാറുണ്ട്, പിഴവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിസാരമായി നമ്മൾ ചെയ്തു പോകാറുണ്ട്. ഒരിക്കൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അനുചരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. നിസാരമായി കണ്ടതിന്റെ പേരിൽ ഒരു ഈച്ച കാരണം ഒരാൾ നരകത്തിലും ഒരാൾ സ്വർഗത്തിലും പോയ ഒരു കഥ പറയുന്നുണ്ട്. തന്റെ അനുചരന്മാരോട് ഇത് പറയുമ്പോൾ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഉസ്താദ്, എങ്ങനെയാണ് ഒരു ഈച്ച കാരണം ഒരാൾ നരകത്തിൽ പോവുക? നമുക്കും അത്ഭുതമാണല്ലേ, എങ്ങനെ ഒരു ഈച്ച കാരണം നരകത്തിൽ പോവുക? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തിൽ വിശ്വാസികളിൽപ്പെട്ട 2 ആളുകൾ യാത്ര പോകുന്നുണ്ട്. അവർ യാത്ര പോകുന്നത് അവിശ്വാസികളായ ആളുകളുടെ നാട്ടിലൂടെയാണ്. അവിശ്വാസികളായ ആളുകളുടെ നാട്ടിലൂടെ യാത്ര പോകുമ്പോൾ അവരുടെ ദേവാലയത്തിന്റെ മുമ്പിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിന് കാണിക്കയർപ്പിച്ചിട്ടല്ലാതെ അവിടെ നിന്നും ആർക്കും കടന്നു പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു വിഗ്രഹം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളായ ഈ 2 പേരും അവിശ്വാസികളായ ആ ആളുകളുടെ പ്രദേശത്തു കൂടി നടന്നു പോകുമ്പോൾ ഈ വിഗ്രഹത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ആളുകളെല്ലാം പിടിച്ചു നിർത്തി. ആ വിഗ്രഹത്തിന് കാണിക്ക അർപ്പിച്ചില്ല എങ്കിൽ അവരെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. വിഗ്രഹത്തിന് കാണിക്ക അർപ്പിക്കാതെ അവിടെ നിന്നും കടന്നു പോകാനും നിവൃത്തിയില്ല. അങ്ങനെ അതിലൊരാൾ പറഞ്ഞു, വിശ്വാസിയായ ഒരാൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് തരാൻ. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വിഗ്രഹത്തിന് ഒരു കാണിക്ക അർപ്പിക്കാൻ പാകത്തിനുള്ള ഒന്നും എന്റെ കയ്യിലില്ല. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ നിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഈച്ചയെങ്കിലും സമർപ്പിച്ചിട്ട് നീ ഇവിടെ നിന്നും യാത്രയാവുക. അദ്ദേഹം അതുപോലെ ചെയ്തു. തന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു ഈച്ചയെ അവിടെ ആ വിഗ്രഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അത് മുഖേന അദ്ദേഹം അവിശ്വാസിയായി മാറുകയും നരകത്തിന്റെ അടിമയായി മാറുകയും ചെയ്തു, വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചതുകൊണ്ട്. എന്നാൽ 2ാമത്തെ ആളുടെ കഥ പറയുന്നു. 2ാമത്തെ ആളോട് ആ നാട്ടുകാർ ആവശ്യപ്പെട്ടു, നീ എന്തെങ്കിലും വിഗ്രഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, എന്റെ കയ്യിൽ വേണ്ടതുണ്ട്, പക്ഷേ ഒരിക്കലും ഞാൻ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒന്നും സമർപ്പിക്കില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി പറയുകയുണ്ടായി. അദ്ദേഹം അത് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ അർപ്പണവും എന്റെ സുജൂദും എന്റെ സാഷ്ടാംഗ പ്രണാമവും എന്റെ എല്ലാം ജഗന്നിയന്താവായ അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവരിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി. അവർ ശിക്ഷിച്ചു, അവർ അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ഒരു കാരണത്തിന്റെ പേരിൽ ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറിയെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ഒരു ഈച്ച കാരണമാണ് ഒരാൾ നരകത്തിൽ പോയത്. നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും
നമ്മളെ വലിയ പിഴവിലേക്ക് കൊണ്ടെത്തിക്കും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത് കൊടുത്ത ഉപദേശം നീ സൂക്ഷ്മത പാലിക്കണം എന്നാണ്. എന്തിനാണ് സൂക്ഷ്മത പാലിക്കേണ്ടത്? ഹറാമുകൾ കാണുന്ന വിഷയത്തിൽ, ചെയ്യുന്ന വിഷയത്തിൽ, കേൾക്കുന്ന വിഷയത്തിൽ, പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമായ ഹറാമുകൾ കടന്നു വരാറുണ്ട്. നോട്ടത്തിലായാലും പ്രവർത്തിയിലായാലും പലതും നമുക്ക് കടന്നു വരാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? അള്ളാഹ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു അണുമണി തൂക്കം പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഹറാമാക്കപ്പെട്ട കാര്യം നിസാരവൽക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫഅലു മിൻഹു മസ്തതഅതും. അള്ളാഹ് നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അത് നിങ്ങളെ കൊണ്ട് കഴിയും വിധം നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങളോട് എന്താണോ അള്ളാഹു നിരോധിച്ചത്, ആദ്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, എന്താണോ മാ നഹൈതുകും അൻഹു, നിങ്ങളോട് എന്താണോ അള്ളാഹു നിരോധനം ഏർപ്പെടുത്തിയത് അത് ഒരു തരി പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ എക്സ്ക്യൂസ് ഇല്ല. ഇന്ന് ചില ആളുകൾ മദ്യപിക്കുന്ന ആളുകളുണ്ട്. ആ മദ്യത്തിന് പല പേരുകളും ഇട്ടുകൊണ്ട് അത് കുഴപ്പമില്ല, അതിനകത്ത് ആൽക്കഹോൾ ചേരുന്നില്ല, ഒരു ആൽക്കഹോളിന്റെ കണ്ടന്റ് ഒരു അല്പം വരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തിന് പല പേരുകളും ഇട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു അന്ന് മദ്യത്തിന് പല പേരുകളും ഇട്ട് വിളിക്കും. അല്ലേ? ഇന്ന് പല പേരുകളും ഇട്ട് വിളിച്ച് ഹലാലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതേപോലെ തന്നെ ഷിർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന പലതുമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ പലരും അമുസ്ലിമീങ്ങളാണ്. ക്രൈസ്തവരുണ്ടാകാം, ഹൈന്ദവരുണ്ടാകാം, മതമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. അവരുടെയൊക്കെ കൂടെ കൂടുമ്പോൾ പലപ്പോഴും അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ ചേർന്നു പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് സൂക്ഷിക്കണം. ഹറാമ് ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രഥമമായി എണ്ണപ്പെട്ട ഒന്നാണ് ഷിർക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ ഇന്ന് അവരുടെ കൂടെ ചേരുമ്പോൾ പലപ്പോഴും ഷിർക്കിലേക്ക് നമ്മൾ പോകുന്നില്ലേ? പലപ്പോഴും ഷിർക്ക് നമ്മൾ ചെയ്യുന്നില്ലേ? ഹറാമായത് പലതും നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. എന്താ? അവരുടെ ആചാരങ്ങൾ നമ്മൾ നമ്മുടെ ദീനിലേക്ക് ചേർത്ത് വെക്കുന്നു. അവരുടെ ഒരു ആഘോഷം നമ്മുടെ ദീനിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നു. അവരുടെ ദേവാലയങ്ങളിൽ പോയി നമ്മൾ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. അവരുടെ ദേവാലയങ്ങളിൽ വിശ്വാസങ്ങളെ നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്നു. ഇതൊക്കെ ഹറാമാണ്. അവരുടെ ദേവാലയങ്ങളിൽ പോയി സുജൂദ് ചെയ്യുക, അവിടെ പോയി കൈകൂപ്പുക, അവർക്ക് വേണ്ടി ഇന്ന് നമ്മുടെ മക്കളെ പോലും സ്കൂളുകളിൽ ഒരുക്കി വിടുന്നത്, ഇന്ന് നമ്മുടെ മക്കളുടെ സ്കൂളുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ, യൂത്ത് ഫെസ്റ്റിവലിന് നമ്മുടെ മക്കളെ ഒരുക്കി വിടുന്നത് അവരുടെ ദേവികളായിട്ടാണ്, ദേവന്മാരായിട്ടാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരായ അവരുടെ ആചാരപ്രകാരമുള്ള ഒരുക്കങ്ങളാണ്. നമ്മുടെ മക്കളുടെ നെറ്റികളിൽ നമ്മൾ പൊട്ടുതൊടിയിപ്പിക്കുന്നു, നമ്മുടെ മക്കളുടെ നെറ്റിയിൽ പൊട്ടുതൊടിയിപ്പിക്കുന്നു, ചന്ദനമിടിയിപ്പിക്കുന്നു. അതേപോലെ തന്നെ അവരെ ആവേശം കെട്ടിപ്പിക്കുന്നു. എന്നിട്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവരായി നമ്മുടെ മക്കൾ മാറുന്നു. എവിടെയാണ് അവർക്ക് ഈമാനുള്ളത്? അള്ളാന്റെ റസൂല് പറഞ്ഞത് എത്രയോ സത്യമാണ്. ഏതൊരു കുട്ടിയും പിറന്നു വീടുന്നത് യഥാർത്ഥ വിശ്വാസത്തിലായിട്ടാണ്, മുസ്ലിമായിട്ടാണ്. എന്നാൽ ആ കുട്ടികളെ ആ മതത്തിൽ നിന്നും തെന്നിമാറ്റുന്നത്, അവരെ അവിശ്വാസികളാക്കുന്നത്, അവരെ വിഗ്രഹാരാധകരാക്കുന്നത്, അവരെ നസ്രാനികളാക്കുന്നത്, അവരെ യഹൂദികളാക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. എത്രയോ സത്യമാണ്. മാതാപിതാക്കളാണ് വഴി പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മാതാപിതാക്കളായി മാറുന്നു. സൂക്ഷിക്കണം സഹോദരങ്ങളെ. നിസ്സാരമെന്ന് കരുതുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വലിയ പിഴവിലേക്ക്, പാതകത്തിലേക്ക് അത് വന്നെത്തിപ്പെട്ടേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് ഒരു ടെക്സ്റ്റൈൽസ് ആണ്, തുണിക്കടയാണ്. ആ തുണിക്കടയിൽ 2 തരം വസ്ത്രങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, 2 സെക്കൻഡ് ക്വാളിറ്റി. ഈ ഫസ്റ്റ് ക്വാളിറ്റി വസ്ത്രങ്ങൾ അദ്ദേഹം വിൽക്കുന്നത് 200 രൂപയ്ക്കാണ്. സെക്കൻഡ് ക്വാളിറ്റി ആകട്ടെ 100 രൂപയ്ക്കും. ഒരു ദിവസം
അദ്ദേഹം ബാങ്ക് വിളിച്ചപ്പോൾ തന്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ട് തന്റെ ഷോപ്പ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി പോയി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരം ഒരു വ്യക്തി നടന്നു പോകുന്നത് കണ്ടു. തന്റെ കടയിൽ നിന്നും വാങ്ങിയ വസ്ത്രവുമായിട്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, സഹോദര, ഈ വസ്ത്രം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ 200 രൂപയ്ക്ക് വാങ്ങിയ വസ്ത്രമാണ്. ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്റെ കടയിൽ 100 രൂപയ്ക്ക് കൊടുക്കുന്ന വസ്ത്രം 200 രൂപയ്ക്ക് കൊടുത്തുവോ? സെക്കൻഡ് ക്വാളിറ്റി വസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത്. അദ്ദേഹം ഈ മനുഷ്യനെയും കൊണ്ട് തിരിച്ച് തന്റെ കടയിലേക്ക് പോകുന്നുണ്ട്. തന്റെ സഹോദരനെ ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു കാണുന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നിസാരമായി കണ്ടുകൊണ്ട് ഒരു വസ്ത്രത്തിന്റെ വില കൂട്ടിക്കൊടുക്കാൻ പോലും പാടില്ല എന്ന് ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. നമ്മളൊക്കെ കച്ചവടം നടത്തുമ്പോൾ, നമ്മുടെയൊക്കെ ഷോപ്പുകളിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് നിർത്തിയാൽ, ഒരു കാറിൽ ഒരു മനുഷ്യൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടന്നു വന്നാൽ നമ്മളൊക്കെ വില കൂട്ടിക്കൊടുക്കാറുണ്ടല്ലോ, കൂട്ടി വിൽക്കാറുണ്ട് അല്ലേ? കുറച്ച് സമ്പത്തുള്ളവൻ നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നാൽ നമ്മൾ കൂട്ടി വാങ്ങിക്കാറുണ്ട്. ആ വിഷയം നമ്മൾ നിസാരമായി ഹറാമായ ഒരു വിഷയം നമ്മൾ നിസാരമായി കാണുന്നു. അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ഏതു മേഖലയിൽ എടുത്താലും ഹറാമായ കാര്യങ്ങൾ നമ്മൾ നിസാരവൽക്കരിച്ചു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, കുൻ വരിഅൻ തകുന്ന അബദന്നാസ്. നീ സൂക്ഷ്മതയുള്ളവനാണ് എങ്കിൽ, നിനക്ക് സൂക്ഷ്മതയുണ്ട് എങ്കിൽ തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകും. ആ സൂക്ഷ്മത വേണ്ടത് ഹറാമുകളെ കൊണ്ട് സൂക്ഷിക്കലാണ്, ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിത്യമാക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ നിത്യമാക്കുക. കാരണം ഹറാമുകളിൽ നിന്നും സൂക്ഷിക്കാൻ, ഹറാമുകളിൽ നിന്നും രക്ഷ നേടാൻ ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റവും ഉപകാരപ്പെടും. എന്താണ്? നിത്യമായി നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ ദുആ നമ്മൾ നിത്യമാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമുക്കേവർക്കും തൗഫീഖിനെ നസീബാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.